അപ്പോൾ ഈ സെമി കണ്ടക്ടർ ചിപ്പിൻ്റെ കാര്യം അതിനെപ്പറ്റി എന്ത് തോന്നുന്നു? ഒരു ടെക് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്ന് തോന്നി. ഇന്ന് മോദിജി എന്ന് പറയുന്നുണ്ടായിരുന്നു 50 വർഷത്തിന് കൂടിയിട്ട് മുമ്പെങ്ങാണ്ട് ഇന്ത്യയിൽ സെമി കണ്ടക്ടർ ഒരു പ്രൊഡക്ഷന് വേണ്ടി സെമി കണ്ടക്ടർ ചിപ്പ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഫയൽ 50 വർഷം മുമ്പ് തുറന്നതെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് അത് സാധ്യമാകുന്നത്. നമ്മുടെ ബ്യൂറോക്രസിയുടെയും ബാക്കിയുള്ള പോളിസിയുടെയും ഒക്കെ ഗുണം കൊണ്ട് ഇത് ഇത്തിരി താമസിച്ചു. പക്ഷേ ഇത് വളരെ നല്ലതാണ്. കാരണം വായി തുറക്കുന്നുണ്ട്. പണ്ട് 5Gയുടെ ഇത് സമയത്ത് നമ്മുടെ ഇവിടെ ഹുവാവിയുടെ 5G എക്യുപ്മെൻറ്റ്സ് കൊണ്ട് വയ്ക്കാനായിട്ട് അവർ ചൈന അതും കൊണ്ട് പ്രപ്പോസലും കൊണ്ടുവന്നു. വേണ്ട. കാരണം ഈ ചിപ്പിൻ്റെ അകത്തൊക്കെ ബാക്ക് ഡോർസ് ഉണ്ടാക്കി വെക്കുക, ഇതിൻ്റെ അകത്തുനിന്ന് ഡാറ്റ മോഷിക്കുക, അങ്ങനെയൊക്കെയുള്ള പല പണികളും ചൈന ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിൽ പണിയെടുക്കുന്ന ആരും, ആർമി, നേവി, എയർഫോഴ്സും മാത്രമല്ല ബാക്കി അതിൻ്റെ ബ്യൂറോക്രസിയിലുള്ള ആൾക്കാർക്ക് പോലും ചൈനീസ് നിർമ്മിത മൊബൈലുകൾ വാങ്ങാനായിട്ട് പാടില്ല, അത് കൊണ്ടുനടക്കാൻ പാടില്ല, അവരുടെ വീട്ടിൽ പോലും വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാർ നിയമം. ഇപ്പോൾ അത് നിയമമല്ല, ഗൈഡ് ലൈൻ മോറോർലെസ്. സോ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇതിനെയൊക്കെ മറികടന്ന് മുമ്പോട്ട് നമുക്ക് വേണ്ട ചിപ്പുകൾ വേണം താനും, എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് താനും എന്നുള്ള സിനാരിയോയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർത്ത വരുന്നത്. ഏറ്റവും സമയോചിതമായിട്ടുള്ള ഒരു തീരുമാനമാണിത്. സന്തോഷിപ്പിക്കുന്ന തീരുമാനം തീർച്ചയായിട്ടും. നമ്മുടെ ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോയിട്ട് ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, 2014 നരേന്ദ്ര ദാമോദർദാസ് മോദി വരുമ്പോൾ സമയത്ത് ഇന്ത്യ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. നമ്മൾ മാനുഫാക്ചറിങ് വളരെ കുറവായിരുന്നു. അതിനെ മാറ്റിയിട്ട് ഇന്ന് നമ്മൾ മാനുഫാക്ചറിങ്ങിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും വേണ്ട ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സാധനമാണ് ചിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ. നമുക്ക് ഒന്നുകിൽ തായ്വാനിൽ പോയി വാങ്ങണം, അല്ലെന്നുണ്ടെങ്കിൽ ചൈനയിൽ പോയി മേടിക്കണം ഈ മൈക്രോ ചിപ്പുകൾ കിട്ടാനായിട്ട്. അതിന് പകരം നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്ത് ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് അതൊരു വളരെ സേഫായിട്ടുള്ള രീതിക്ക് നമുക്ക് മുമ്പോട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് പോവാം. പിന്നെ നമുക്ക് നമുക്ക് ഇതിനുള്ള കഴിവ്, ടാലൻറ്റിന് നമുക്ക് ഒരു കാരണവശാലും കുറവില്ല. രാജീവ് ചന്ദ്രശേഖർ ചിപ്പുകൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് ഇന്ത്യയിൽ. അത് അങ്ങനെയൊക്കെ ഇപ്പോൾ റിട്ടയർഡായി. അത് കഴിഞ്ഞിട്ട് എത്രയോ മനുഷ്യർ വന്നിട്ടുണ്ടാവും, എത്രയോ ആൾക്കാർ നമ്മുടെ ഭാരതീയർ തന്നെ ചെയ്തിട്ടുണ്ടാവും. സോ പണി നമുക്കറിയാം. ഇതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു, അതായത് മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു നമുക്കില്ലാത്തത്. ഒരു ചിപ്പ് നമുക്ക് ഡിസൈൻ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല, പക്ഷെ അത് മാനുഫാക്ചർ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു നമുക്കില്ലാത്തത്. അതാണ് ഇപ്പോൾ നമ്മൾ സാധ്യമാക്കിക്കൊണ്ട് വരുന്നത്. 6 സ്റ്റേറ്റിലാണത്. ചില്ലറ ഇതൊന്നുമല്ല, സ്ഥലത്തൊന്നുമല്ല, 1-2 ഫെസിലിറ്റി അല്ല, മനസ്സിലല്ലേ? പല സ്ഥലത്തായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്.